നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരാണോ ശരിക്കും പ്രശ്നക്കാർ? ഇപ്പോൾ ജർമ്മനി എത്രത്തോളം സേഫാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും 100% സേഫ് അല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പല വലിയ സിറ്റികളിലും പല റെയിൽവേ സ്റ്റേഷനുകളിലും ഇപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഏരിയ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ കൊണ്ടുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിവിക് സെൻസ് ഫോളോ ചെയ്യാത്തത്, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പാലിക്കാത്തത് കൊണ്ടും പിന്നെ റൂളൊക്കെ പാലിച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റ് മര്യാദയ്ക്ക് ചെയ്യാത്തത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കൊണ്ടും പിന്നെ ചെറിയ രീതിയിലുള്ള വിസ തട്ടിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യൻസിനെ കൊണ്ട് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഇതിനേക്കാളും അപ്പുറമാണ് മറ്റുള്ള ഇമിഗ്രൻസിനെ കൊണ്ട് ഇവർ നേരിടുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നടന്ന ബെർലിനിൽ നടന്ന 19 വയസ്സുള്ള ഒരു സിറിയയിൽ നിന്ന് വന്നൊരു അഭയാർത്ഥിയാണ് ഒരു സ്പാനിഷ് ടൂറിസ്റ്റിനെ കത്തി കൊണ്ട് കുത്തിയത്. ഇതേപോലെയുള്ള ക്രൈമുകളാണ് ഇവിടെ നടക്കുന്നത്. അതേപോലെ മ്യൂണിക്കിൽ നമ്മുടെ കാറിടിച്ച് ആൾക്കാരെ കൊന്ന സംഭവമൊക്കെ. ഇനി ഇതിന് പുറമേ മോഷണം, റോബറി, പിന്നെ നമ്മുടെ ഡ്രഗ്സ് വിൽക്കുന്നത്, അതേപോലെ സ്ട്രീറ്റിൽ നടക്കുന്ന ഫൈറ്റ്സും വയലൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ കുടിയേറ്റക്കാരും അങ്ങനെ കുറ്റവാളികളായി കണക്കാക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ല, ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിന് മൊത്തത്തിൽ ആ ഒരു പേര് കിട്ടും. ഇപ്പോൾ ജർമ്മനിയിലത്തെ ഇവിടുത്തെ പൗരന്മാർക്ക് ഇപ്പോൾ ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ഇന്ന വിസ എടുത്ത് വന്നവരാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ടൈപ്പ് ആൾക്കാർ റെഫ്യൂജികളാണ്, അഭയാർത്ഥികളാണ് എന്നുള്ള തരംതിരിവൊന്നും അവർക്കില്ല. അവരുടെ കണ്ണിൽ നമ്മളെല്ലാവരും ഒരേപോലെയാണ്. അപ്പോൾ പേര് വരുമ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.